ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഈ പ്രഭാത വേളയിലെ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും പറഞ്ഞതുപോലെ അനേകരുടെ ഉറക്കം നിത്യ ഉറക്കമായി മാറിയപ്പോൾ ഒരു രാവിലെ സമയം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഉണർത്തി. നമ്മൾക്ക് നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. 103 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ദൈവം ചെയ്ത നന്മയ്ക്ക് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ 54 സങ്കീർത്തനം 1-2 വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. 1 വാക്യം, ദൈവമേ നിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിൻ്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവത്തിൻ്റെ നാമം രക്ഷിക്കുന്ന നാമം. രക്ഷിപ്പാൻ കഴിയാതെ അവൻ്റെ കരം കുറുതായിട്ടില്ല, കേൾക്കാൻ തടസ്സമായി അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവമേ നിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിൻ്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഈ ഭൂമിയിലുള്ള ഒരൊറ്റ മനുഷ്യരും നമുക്ക് ന്യായം പാലിച്ചു തരത്തില്ല. നമ്മുടെ സർവശക്തനായ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നമുക്ക് ന്യായം പാലിച്ചു തരുന്ന ദൈവമാണ്. 2 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം അവൻ കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പ് അവൻ കാണുന്ന ദൈവമാണ്. തകർന്നു നുറിഞ്ഞുള്ള ഹൃദയത്തെ ഒരിക്കലും നിരസിച്ച് കളയാത്ത സ്വർഗത്തിലെ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യോബിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. പിതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി നൽകിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് നമുക്കിന്ന് രാവിലെ പറയാം, നീ എന്നെ രക്ഷിക്കുക മാത്രമല്ല, ന്യായം പാലിച്ചേരിക മാത്രമല്ല, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവർ സകല ജഡം അടുക്കിലേക്ക് അടുത്ത് വരുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. 116 സങ്കീർത്തനം 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ദൈവം നമ്മളെ സ്നേഹിച്ചങ്ങനെയാണ്. അവൻ്റെ രക്തം മുഴുവനായി ഊറ്റിത്തന്നാണ് നമ്മളെ കർത്താവ് സ്നേഹിച്ചത്. എന്നാൽ നമുക്ക് തിരിച്ച് അപ്രകാരം ഒരു സ്നേഹം കർത്താവിന് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരമായി നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പുതുക്കി പ്രതിഷ്ഠിക്കണം. കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിക്കാൻ ആവശ്യമാകുന്ന ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദിനംതോറും പുതുക്കി പ്രതിഷ്ഠിക്കാം. പിന്നെ പറയും, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, നിൻ്റെ വാക്കുകൾ കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുന്നതുമായിരിക്കട്ടെ. ഉപ്പ് കറിക്ക് രുചി വരുത്തുന്ന പോലെ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടി ഉപ്പ് പോലെ രുചി വരുന്നതുമായി തീരാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നെന്ന്. നമ്മുടെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ ആരാഞ്ഞറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഈ പ്രഭാതവേളയിൽ ഏറ്റവും അവസാനത്തെ വാക്യം 7 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലിൽ ദൈവം നമ്മളെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചു, ഞാൻ നിനക്ക് ഉത്തരമരുളി. കഷ്ടതയുടെ നടുവിൽ നാം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നമുക്കത് മറുപടി തരുന്നവനായ ദൈവമാണ്. നമ്മുടെ കഷ്ടതയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലുണ്ടായതായ കഷ്ടത. ആ കഷ്ടതയുടെ നടുവിൽ കടന്നു ചെന്ന് സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു കൊടുത്തവനാണ് നമ്മുടെ ദൈവം. അവനെന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. 1, 2, 3, 4 കഷ്ടത്തിൽ നിന്നല്ല, ചില കഷ്ടത്തിൽ നിന്നല്ല, സകല കഷ്ടത്തിൽ നിന്നും. കഷ്ടകാലത്ത് ഞാൻ വിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. എൻ്റെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിളിച്ചതാണ്. തിരിഞ്ഞു നോക്കിയ കഴിഞ്ഞ നാളത്തെ കഷ്ടത, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതായ കഷ്ടത, ഒറ്റപ്പെടുത്തൽ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ
മാറാത്ത രോഗത്താൽ നാം ബാധിക്കപ്പെട്ടപ്പോൾ, അനവധി കഷ്ടത നമ്മുടെ ജീവിതത്തിന് മേൽ കടന്നു വന്നപ്പോൾ, അവിടുന്ന് എല്ലാം സ്വർഗത്തിലെ ദൈവത്തോട് യാചിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, രക്ഷിക്കുന്നവനായ കർത്താവ്, ന്യായം പാലിച്ചിരുന്നവനായ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാത വേളയിൽ നമുക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കളെ കണ്ട് രക്ഷിക്കും. ശത്രുക്കൾക്ക് പകരം കൊടുക്കണം എന്നുള്ള പ്രാർത്ഥനയല്ല. ശത്രുക്കളെ കണ്ട് രക്ഷിക്കുക. അവൻ അങ്ങനെ വന്നല്ലോ എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടിയല്ല. സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം നമ്മളെ അത്ഭുതമായി നടത്തുന്ന ദൈവമാണ്. എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തലയുയരി ഞാൻ യഹോവയ്ക്കും എൻ്റെ കൂടാരത്തിൽ യഹോവശാങ്ങളെ അർപ്പിക്കുമെന്ന് 27-ാമത്തെ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ ദൈവം എൻ്റെ സകല കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ദൈവത്തിലെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഏറിയ പ്രയാസ പ്രതികൂല പോരാട്ട ഭാരങ്ങൾ വിടുവിക്കുന്നതിനായ ദൈവമാണ്. ഒരു കഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ മാറാതിരിക്കത്തില്ല. ഒരു ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ മാറാതിരിക്കത്തില്ല. കണ്ണുനീരെല്ലാം ദൈവം തുടയ്ക്കുന്നവനായ ദൈവമാണ്. നമ്മുടെ കണ്ണിൽ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുണ്ട്? തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ ഉറ്റവരുടെ നടുവിൽ, ഉടയവരുടെ നടുവിൽ, പ്രിയപ്പെട്ടവരുടെ നടുവിൽ നമുക്ക് കഷ്ടം വന്നപ്പോൾ അവരൊക്കെ മാറി നിന്നപ്പോൾ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നവനായ ഒരു ദൈവം. അതുകൊണ്ട് 91 സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞേക്കുന്നത്, അവനിൽ നിന്ന് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് വിളിച്ചു ഞാൻ നിനക്ക് ഉത്തരം നൽകും. കഷ്ടതയുടെ നടുവിൽ നമുക്ക് ഉത്തരം നൽകുന്നവനായ സ്വർഗത്തിലെ ദൈവം. കഷ്ടനഷ്ട ശോധനയുടെ നടുവിൽ ആ പൊന്നുമുഖം നേരിൽ കാണാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കഷ്ടതയുടെയും നടുവിൽ ആരാൽ ഇറങ്ങി വരാൻ കഴിയാത്തപ്പോൾ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഒരു യോഹന്നാൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ അനുഭവിച്ച കഷ്ടതയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ദർശനം കൊടുത്തു. ചില കഷ്ടത നമ്മളെ ആത്മീയമായി വളർത്താനാണ്. ഒരു കഷ്ടതയും നമ്മളെ തകർത്ത് കളയാനല്ല. ഒരു ദൈവത്തിൻ്റെ വഴികളിനെ കഷ്ടത തകർത്ത് കളയത്തില്ലെന്ന് പൂർണ്ണമായി വിശ്വസിക്കാം. അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാനാണ് ദൈവം നിന്നെ കഷ്ടത്തിലാക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവം എന്നെ കഷ്ടത്തിലാക്കിയത് എനിക്ക് ഗുണമായി, അതുകൊണ്ട് ഞാൻ എൻ്റെ ചട്ടങ്ങളെ പഠിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവവഴിയിൽ നിനക്ക് കഷ്ടത വന്നതുകൊണ്ടാണ് നീ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. ദൈവമായുള്ള ബന്ധത്തിൽ വന്നത് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവാൻ ദൈവമേ, ഈ നല്ല പ്രഭാത വേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പൊന്നുപാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ അപ്പനെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ അപ്പനെ സ്തുതിപ്പാൻ എൻ്റെ അപ്പൻ എനിക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്താൻ ഈ പ്രഭാതവേള നീ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ചോദിച്ചാലും നനച്ചിലെത്തുന്ന നന്മകളെ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ നടത്തിയ ദൈവമാണ്. തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി നന്ദി പറയാനുണ്ടപ്പ. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം അങ്ങാണ്. മനുഷ്യൻ്റെ മുൻപിൽ കണ്ണുനീരൊഴിക്കാൽ അവർക്ക് ആർക്കും മനസ്സലിയത്തില്ല. എന്നാൽ കണ്ണുനീരിന് മറികടന്നു പോകാത്ത ദൈവം അങ്ങാകയാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തു. ഈ രാവിലെ സമയത്ത് ഞങ്ങളുടെ മനസ്സൊന്ന് സ്വസ്ഥമായി ദൈവം ചെയ്ത ഉപകാരങ്ങൾ പൂർണ്ണമായി കാണുവാനും വിശ്വസിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമേ. നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയാനും, നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്ക് നന്ദി പറയാനും, നീ നടത്താനിരിക്കുന്ന വിധങ്ങൾക്ക് നന്ദി പറയാനും നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, കണ്ണുനീരിൽ വിതയ്ക്കതിന് ആർപ്പോടെ കൊയ്യും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കാവുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഏത് പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ഞങ്ങളുടെ ഉള്ളം ദൈവത്തെ നോക്കുവാൻ, ആ മാമുഖത്തേക്ക് നോക്കി ലജ്ജിക്കാത്ത അന്തരീക്ഷത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കുടുംബമായിട്ട് എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ. കൂട്ടായി കൊടുത്ത ദാസന്മാരെയും ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. അപ്പ എന്ന് വിളിക്കുമ്പോൾ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. നീ ഞങ്ങളുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. 2024 ഞങ്ങൾ സ്വപ്നം കാണാത്ത ചില നന്മയിൽ കൂടെ ഞങ്ങളെ നടത്താൻ പോകുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഭാരം എൻ്റെ മേലിട്ട് കൊടുക്കാൻ ഞാൻ നിന്നെ പുലർത്തും. കർത്താവെ, നീതിമാനാണെങ്കിൽ കുടുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല.
കുലുങ്ങുന്ന പ്രശ്നവും പ്രതികൂലങ്ങളും ഒക്കെ വരും. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് കുലുങ്ങാതെ നിൽക്കാനുള്ള ദൈവകൃപ നൽകുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പ എന്ന് വിളിക്കുമ്പോൾ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഓളമുണ്ട്, തിരമാലയുണ്ട്, അതിൻ്റെ എല്ലാം നടുവിൽ നിൽക്കാനുള്ള ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പനെ നിൻ്റെ പൊന്നുനാമം എല്ലാ വിധത്തിലും ജയമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ചിരിക്കുകയാണ്. കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമേ, സമ്പൂർണ്ണമായി ഏൽപ്പിച്ചിരുന്നു. നീ കൂടെ ഇന്ന് വഴി നടത്തണമേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളുടെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ വിടുവിക്കണം. ഇന്നത്തെ പകൽക്കാലം ജീവിക്കാൻ ആവശ്യമാകുന്ന കൃപ തരണമേ. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും പ്രാർത്ഥന എടുക്കുന്ന സ്തോത്രം. യേശു തമ്പുരാൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.